സമ്പദ് വ്യവസ്ഥ അതിശക്തമെന്ന് RBI ഗവർണർ. വർദ്ധിച്ചുവരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും വർദ്ധിച്ചുവരുന്ന വ്യാപാര സംഘർഷങ്ങളും ഉണ്ടായിരുന്നിട്ടും 2026 ആഗോള വളർച്ച നേരിയ തോതിൽ ഉയരുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്ര. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിന്റെ മിനിറ്റ്സിലാണ് ഗവർണർ ഇക്കാര്യം വ്യക്തമാക്കിയത്. സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങളിലെ കുതിപ്പും അനുകൂലമായ സാമ്പത്തിക നയങ്ങളും ആഗോള വളർച്ചയ്ക്ക് കരുത്താകുമെന്ന് സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. പല രാജ്യങ്ങളിലും പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ബാങ്കുകൾ വ്യത്യസ്ത നയങ്ങളാണ് സ്വീകരിക്കുന്നത്. വലിയ തോതിലുള്ള സാമ്പത്തിക ഉത്തേജനവും ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വവും കാരണം ആഗോള നിക്ഷേപകർക്കിടയിൽ ആശങ്കയുണ്ട്. സാമ്പത്തിക വിപണികൾ അസ്ഥിരമായി തുടരുകയാണെന്നും RBI ഗവർണർ പറഞ്ഞു. കേന്ദ്ര ബജറ്റിലെ വളർച്ചയെ പിന്തുണയ്ക്കുന്ന പ്രഖ്യാപനങ്ങളും യൂറോപ്യൻ യൂണിയൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തുടങ്ങിയ പ്രധാന പങ്കാളികളുമായുള്ള വ്യാപാര കരാറുകളും പുറം ലോകവുമായുള്ള നമ്മുടെ ബന്ധങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യ 2 പാദങ്ങളിലെ GDP വളർച്ചാ പ്രവചനം 20 ബേസിസ് പോയിന്റ് വീതം ഉയർത്തിയിട്ടുണ്ട്. ഈ വ്യാപാര കരാറുകൾ കയറ്റുമതിയും കറണ്ട് അക്കൗണ്ടും ശക്തിപ്പെടുത്തുന്നതിനൊപ്പം കൂടുതൽ നിക്ഷേപം കൊണ്ടുവരുമെന്നും സഞ്ജയ് മൽഹോത്ര കൂട്ടിച്ചേർത്തു. പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിലും ആശങ്ക വേണ്ടെന്ന് RBI ഗവർണർ പറയുന്നുണ്ട്. 2025 നവംബർ-ഡിസംബർ മാസങ്ങളിൽ വിലക്കയറ്റ സമ്മർദ്ദം കുറവായിരുന്നു. 25-26 പണപ്പെരുപ്പം 2.1% പ്രവചനം. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൽ ഉപഭോക്തൃവില സൂചിക പണപ്പെരുപ്പം 4.0%, രണ്ടാം പാദത്തിൽ 4.2% പ്രതീക്ഷ. ഇത് ലക്ഷ്യമിട്ട നിരക്കിന് അടുത്താണ്. സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങളിലെ കുതിച്ചുചാട്ടം, അനുകൂലമായ സാമ്പത്തിക ധനനയങ്ങൾ, അനുകൂലമായ സാമ്പത്തിക സാഹചര്യങ്ങൾ എന്നിവ ആഗോള വികാസത്തെ പിന്തുണയ്ക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. എന്നിരുന്നാലും പണപ്പെരുപ്പ ഫലങ്ങൾ രാജ്യത്തുടനീളം അസമമായി തുടരുന്നതിനാൽ കേന്ദ്ര ബാങ്കുകൾ അവരുടെ ലഘൂകരണ ചക്രങ്ങളുടെ അവസാനത്തോടടുക്കുമ്പോൾ വ്യത്യസ്ത നയപാതകൾ പിന്തുടരാൻ പ്രേരിപ്പിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ആഗോള നിക്ഷേപകരുടെ വികാരം അസ്വസ്ഥമാണ്. വലിയ സാമ്പത്തിക ഉത്തേജനത്തിനും ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വത്തിനുമിടയിൽ സാമ്പത്തിക വിപണികൾ അസ്ഥിരമായി തുടരുന്നു. പണപ്പെരുപ്പത്തെക്കുറിച്ച് ഗവർണർ നിരീക്ഷിച്ചത് 2025 നവംബർ-ഡിസംബർ മാസങ്ങളിലെ വിലയേറിയ ലോഹങ്ങളെ ഒഴിവാക്കിയാൽ പണപ്പെരുപ്പ സാധ്യത ഇതിലും കുറവാണെന്ന് ചൂണ്ടിക്കാട്ടി. പണപ്പെരുപ്പ ഘടനയുടെ പ്രാധാന്യം മൽഹോത്ര അടിവരയിട്ടു. വിലയേറിയ ലോഹങ്ങൾ പണപ്പെരുപ്പത്തിന് ഏകദേശം 60-70 ബേസിസ് പോയിന്റുകൾ സംഭാവന ചെയ്യുന്നു. അടിസ്ഥാന പണപ്പെരുപ്പം താഴ്ന്ന നിലയിൽ തുടരുന്നു. വിശാലമായ മാക്രോ എക്കണോമിക് അന്തരീക്ഷം വിലയിരുത്തിയ മൽഹോത്ര ബാഹ്യമേഖല ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ഇടത്തരം അടിസ്ഥാന കാര്യങ്ങൾ ആരോഗ്യകരവും ശക്തവുമായി തുടരുന്നുവെന്ന് പറഞ്ഞു. വളർച്ചാ സാധ്യതകൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പണപ്പെരുപ്പ പ്രതീക്ഷകൾ വലിയ തോതിൽ മാറ്റമില്ലാതെ തുടരുന്നു. സാമ്പത്തിക വ്യവസ്ഥയുടെ നിലവിലെ അവസ്ഥയും അതിന്റെ പ്രതീക്ഷിത വളർച്ചയും സൗമ്യമായ പണപ്പെരുപ്പവും കണക്കിലെടുക്കുമ്പോൾ നിലവിലെ നയനിരക്ക് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നുവെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.